കുന്നംകുളം പോലീസിന്റെ ക്രൂരമായ ലോകമർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ സുജിത്ത് VS അകാരണമായി പോലീസ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദിവിഷ അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. അതായത് നമുക്കറിയാം, പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയൊക്കെ തന്നെ പല സ്ഥലങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് പകൽ സമയങ്ങളിലായാലും ചിലയിടങ്ങളിൽ ആളുകളൊക്കെ തന്നെ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യും. പക്ഷേ അത് യാതൊരു കുറ്റവും ചെയ്യാത്തവരാകുമ്പോൾ ആ ഒരു സമയത്ത് ഈ മർദ്ദനമേറ്റ ഈ ദൃശ്യങ്ങളിൽ മർദ്ദനമേറ്റ ഈ സുജിത്തിന്റെ സുഹൃത്തുക്കളെയാണ് ഇത്തരത്തിൽ ഈ ആദ്യം പോലീസുകാർ കുന്നംകുളം പോലീസുകാർ അവിടെ ചോദ്യം ചെയ്തത് വഴിയരികിൽ നിന്നുകൊണ്ട്. അതിനെ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച്, അതായത് പോലീസുകാരുടെ പെരുമാറ്റം വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അതിൽ ഈ സുജിത്ത് ഇടപെട്ടത്. അങ്ങനെ സുജിത്ത് ഇടപെട്ട സമയത്ത് നേരെ സുജിത്തിനെ എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുജിത്തിനെ രാത്രി ഈ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് വരികയും പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ആദ്യം ഒരു മുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി ആ ഇടിമുറിയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു പരാതിയൊക്കെ നൽകിയ സമയത്ത് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇവർ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിൽ തന്നെ തുടരുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥരുടെ കാര്യം പറയുകയാണെങ്കിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. 2023 നടന്ന സംഭവമാണിത്. അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. ഈ ഒരു വിവാദമൊക്കെ തന്നെ ഈ ഒരു പരാതിയൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ SI ആയിരുന്ന നൂഹ്മാൻ, അതുപോലെ തന്നെ CPOമാരായിരുന്ന ശശിധരൻ, സന്ദീപ്, സജീവൻ എന്നിങ്ങനെയുള്ള പോലീസുകാരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. പിന്നീട് ഈ സുജിത്ത് കോടതിയിൽ തനിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മർദ്ദിച്ചു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാം തന്നെ തെളിവുകൾ സഹിതമാണ് പിന്നീട് കോടതിയിൽ പോയത്. അങ്ങനെ കോടതി നേരിട്ട് കേസെടുക്കുകയാണ് ചെയ്തത്. അതായത് പോലീസല്ല, കോടതി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷണം നടത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ടത്. ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ആ ഉത്തരവ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടേയില്ല. അതായത് 2023 നടന്ന ഈ സംഭവത്തിൽ പിന്നീട് പലതവണ കോടതി മുഖേനയും വിവരാവകാശ നിയമപ്രകാരവും ഒക്കെ തന്നെ ഈ സുജിത്ത് ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തി. പക്ഷേ അപ്പോഴൊന്നും തന്നെ അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഉണ്ടായില്ല. ഒടുവിൽ പോലീസ് ഗതി കെട്ടപ്പോൾ ഈ നിയമ പോരാട്ടത്തിനൊടുവിൽ ഗതി കെട്ടപ്പോൾ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.